അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ നരകകുണ്ടാരത്തിലേക്ക് എറിയപ്പെടാതെ നമ്മുടെ ജീവിതം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തു മുന്നേറണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതാ ഉസ്താദ് നന്മ? ഏതെല്ലാം നന്മകൾ നമുക്കറിയാമോ ആ നന്മകളെല്ലാം നീ നടക്കുന്ന വഴിയിൽ ഒരു മുള്ള് കടന്നാൽ അതെടുത്ത് മാറ്റുന്നത് വരെ നന്മയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഇപ്പൊ വാത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി, അപ്പൊ ഒരു ഓല വീണ് കിടക്കാൻ അതെടുത്ത് മാറ്റലാണ് ഖൈർ. മാറ്റി കൊടുക്കുക. റോഡിൽ വീണ് കിടക്കാൻ അതാരാണ്? ആ ഉടമയ്ക്ക് അങ്ങോട്ട് കൊടുക്കുക. അതാണ്. അങ്ങനെ ഏതെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കും. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. വഴിയിൽ അത് നടന്ന തടസ്സം അത് മാറ്റിക്കൊടുത്തു. ഒരു മ്ലേച്ഛത കണ്ടത് മാറ്റിക്കൊടുത്തു. ഒരു എലി എവിടെയെങ്കിലും കടന്ന് ചത്ത് കണ്ടു, അതിനെ കുഴിച്ചിട്ടു. ഒരു പട്ടി എവിടെയെങ്കിലും ഒരു നായ എന്നാ ചത്ത് കിടക്കുന്നു, അതിനെ കുഴിച്ചിടാൻ തയ്യാറാകുക. ഇത് ചത്ത പൂച്ചയും എലിയൊക്കെ കൊണ്ടുവന്ന് ഹൈവേ കൊണ്ടിട്ടേക്കാൻ, നാഷണൽ ഹൈവേ 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ മതിയല്ലോ. ഹൈവേ കൊണ്ടിട്ടേക്കാൻ, വണ്ടി കയറി പോയിക്കോട്ടെ. ഇല്ലെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലോട്ട് ബിസ്മില്ലാഹി തവക്കലതു അലല്ലാഹ്. അതിനൊക്കെ വലിയ ബിസ്മിയാ കാര്യമായിട്ട് ഹാജിയാര. അതിനൊന്നും ബിസ്മി ഉറക്കത്തില്ല. അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തൊക്കെ നന്മ നമുക്ക് നമ്മുടെ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം. കാരണം വയസ്സ് എത്രയായി? ഇവിടെ 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 80 എത്തി. ഇനി ഇല്ല ആയുസ്. മുത്തുനബിക്ക് വയസ്സ് 63 ആയിരുന്നു. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് ഹബീബ് റസൂലുള്ളാഹി മിൻഹാജിന്റെ തുടക്കത്തിൽ ഈ വാക്യം കാണാം. ശ്രദ്ധിക്കണേ നിങ്ങൾ. സമയം വളരെ വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഈ രാത്രി നമുക്കിനി തിരിച്ചു വരൂല. ഇന്ന് കഴിഞ്ഞു പോയതാകുന്ന പകൽ ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല. അത് കഴിഞ്ഞുപോയി. നാളെ നമുക്ക് കിട്ടുന്ന പകൽ നാളെ വൈകിട്ടോടുകൂടി തീരാൻ ഇനി ഒരിക്കലും തിരിച്ചു വരാത്തില്ല. മനസ്സിലാക്കണം. ഈ 2022 വർഷം നമ്മൾ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് വരൂല. 2021 വരാത്തതുപോലെ, 20 വരാത്തതുപോലെ, അതിനു മുമ്പുള്ളതാകുന്ന 2019 വരാത്തതുപോലെ ഓരോ വർഷങ്ങളും നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നു. ദിവസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എന്ത് പെട്ടെന്നാണ് കഴിയുന്നത്. ഒരു കൊല്ലം എന്ത് പെട്ടെന്ന്, ഒരായുസ് എന്ത് പെട്ടെന്ന്. റസൂലുള്ള പറഞ്ഞു, ഒരു വർഷം ഒരു മാസമായി, ഒരു മാസം നിനക്കൊരാഴ്ചയായി, ഒരാഴ്ച നിനക്കൊരു ദിവസമായി, ഒരു ദിവസം ഒരു മണിക്കൂറായി, ഒരു മണിക്കൂർ ഒരു മിനിറ്റായി, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നുന്ന ഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഹബീബ് റസൂലുള്ളാഹി ആ ഒരവസ്ഥയിലേക്ക് എത്തിയില്ലേ? അതുകൊണ്ട് ഇനി ശരിക്കമൽ ചെയ്യണേ. ഇല്ലെങ്കിൽ വലിയ ഖേദമാണ്, ദുഃഖമാണ്. നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ചില ആളുകൾ കൈകടിക്കുമേ. ഒറ്റ ആയത്ത് കേട്ടിട്ടു എന്നിട്ട് ദുആരക്ക് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ അക്രമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നടന്നതായ ആളുകൾ, നല്ലൊരു കൂട്ടുകെട്ട് കിട്ടാതെ മോശമാകുന്ന പ്രവർത്തനങ്ങളുമായി ഹറാമാകുന്ന ജീവിതത്തിലൂടെ കാഴ്ചവെച്ച് നടന്ന ആളുകൾ, സിനിമ കാണാനും സീരിയൽ ദർശിക്കാനും മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണ് പായിക്കാനും കൂട്ടുകാരുമായി കറങ്ങി നടന്ന ആളുകൾ, ബീവറേജിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സഹായിക്കാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, നിന്നെ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, ബ്ലാക്കിന് ടിക്കറ്റ് വിറ്റ് തരാൻ നിനക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, നിനക്ക് ലോട്ടറി എടുക്കാൻ
എടുക്കാൻ പഠിപ്പിച്ചതായ കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ കൊണ്ട് നാളെ ആഖിറത്തിൽ നീ ഖേദിക്കുന്ന രംഗമാണ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയൗമ യഉല്ലാലിമു അലാ യദൈഹി. അക്രമം മാത്രം പ്രവർത്തിച്ചതാകുന്ന അക്രമിയായ വ്യക്തി നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ അവൻ കൈ കടിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. എന്തിനാണ് അവന് കൈ കടിക്കുന്നത്? നന്മയുടേതാകുന്ന പ്രവർത്തനം അവനില്ല. അവന് നമസ്കാരം ചിട്ടവെക്കാൻ സാധിച്ചിട്ടില്ല. ഇബാദത്തുകൾ കുറവാണ്. പരിശുദ്ധമായ ഇബാദത്തുകൾ വളരെ കുറവാണ്. നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്. കൈ കടിച്ചുകൊണ്ടവൻ വിളിച്ചു പറയുകയാണ്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവനല്ലേ എനിക്ക് തിയേറ്റർ പരിചയപ്പെടുത്തിയത്, അവനല്ലേ എനിക്ക് സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചത്, അവനല്ലേ ഹറാമാകുന്ന തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്, അവനാണ് ഇന്ന സ്ഥലത്ത് ഇന്ന പെണ്ണുണ്ടെന്ന് പറഞ്ഞ് എന്നെ ആദ്യമായി സ്ത്രീകൾക്ക് ഒരു താല്പര്യം എന്നെ ജനിപ്പിച്ചത്. അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഓരോ ഫോട്ടോകൾ മൊബൈൽ ഫോണിലൂടെ കാണിച്ച് എൻ്റെ ഹൃദയത്തെ ഇളക്കിയവൻ അവനാണ്. എൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരത്തിന്റെ ചിന്ത നൽകിയവൻ അവനാണ്. ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ നോക്കാൻ തുനിഞ്ഞത്, അതിനുവേണ്ടി ഞാൻ മൊബൈൽ ഫോണിലേക്ക് നെറ്റ് കണക്ഷൻ ഞാൻ എടുത്തത്, വാപ്പയുടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയത്, ഉമ്മയുടേതാകുന്ന തൈലപാത്രത്തിൽ നിന്ന് ഞാൻ ആദ്യമായി പൈസ കട്ടെടുത്തിട്ട് അതിലൂടെ നെറ്റ് റീചാർജ് ചെയ്തത്, ഞാൻ എൻ്റെ മോശമാകുന്ന തലത്തിലേക്ക് ഈ സിനിമ കാണാനാണ്, ഫോട്ടോ ദർശിക്കാനാണ്. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്തു, വാട്സാപ്പ് അപ്ലോഡ് ചെയ്തു, ടെലഗ്രാം കൊണ്ട് നടന്നു. അതിലൂടെ കൂട്ടുകാരികളുമായി കണക്ഷനായി, രാത്രിയുടെ യാമങ്ങളിൽ ചാറ്റിംഗ് ആയി, WW അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണാനുള്ള ത്വരയായി. ഹറാമ് എൻ്റെ ഹൃദയത്തിൽ മുട്ടിട്ട് വളരുകയാണ്. അയൽപക്കത്തെ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ എൻ്റെ ഇത്തയുടെ പ്രായമുള്ള പെണ്ണിനെ ഞാൻ കടന്നു പിടിക്കാൻ തയ്യാറായി. ഒരു വേള പ്രവാസ ലോകത്തുള്ളവരുടെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ മറന്ന് അവർ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഹറാമാകുന്ന തലത്തിലേക്ക് പോയി. എന്റെ ജീവിതം മുഴുവനും ഹോമിക്കാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂട്ടുകാരൻ കാണിച്ചതാകുന്ന ഇക്കിളിപ്പെടുത്തുന്ന ഒരു ഫോട്ടോയുടെ പശ്ചാത്തലമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റിന്റെ കൂമ്പാരമാണ്, ഹറാമിന്റെ കൂമ്പാരമാണ്. കള്ളു കുടിച്ചത് എത്രയെത്ര രാവുകളാണ്, എത്രയെത്ര സിനിമകളാണ് കണ്ടത്, ഏതൊക്കെ തിയേറ്ററുകളാണ് പോയത്, ഏതൊക്കെ ഹറാമാകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തത്, ഏതെല്ലാം ഹറാമിലേക്ക് ഞാൻ എൻ്റെ കൈകൾ പിടിച്ചു അല്ലാ, ഏതെല്ലാം ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിപ്പോയ അല്ലാ, ഏതെല്ലാം ഹറാമാകുന്ന തലത്തിലേക്ക് ഞാൻ എൻ്റെ കാലുകൾ കൊണ്ട് നടന്നു പോയിട്ടുണ്ട് റബ്ബേ. ഏതൊക്കെതാകുന്ന പാർക്കിൽ പോയി, ഏതൊക്കെ മാളുകളിൽ പോയി, ഏതൊക്കെ ബീച്ച് റോഡുകളിൽ പോയി, ഏതൊക്കെതാകുന്ന ഗാനമേള ട്രൂപ്പുകളോടൊപ്പം ഗാനമേള കേൾക്കാൻ പോയി, ഏതൊക്കെയാകുന്ന മോശപ്പെട്ട മലീമസമാകുന്ന സദസ്സുകളിലെല്ലാം ഞാൻ എത്തിപ്പെട്ടു പോയി റബ്ബേ. മാത്രമല്ല എന്റെ ഹൃദയം കൊണ്ട് പോലും ഞാൻ തെറ്റ് ചെയ്യുകയാണ്. ഒരു വേള ഉമ്മയെ വ്യഭിചരിച്ചവനാ, ഈ പെങ്ങളെ വ്യഭിചരിച്ചവനായി, സഹോദരിമാരെ വ്യഭിചരിച്ചവനായി, അയൽപക്കത്തുള്ള പല സഹോദരിമാരെ പോലും മനസ്സുകൊണ്ട് വ്യഭിചരിച്ചവനായി എന്റെ ശരീരം മാറ്റപ്പെട്ടു പോയ അല്ലാ. യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന മനുഷ്യനുമായി കൂട്ടുകെട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ലഖദ് അളല്ലനീ അനിൽ ദിക്ർ ബഅദ ഇദ ജാഅനീ വിശുദ്ധമായ ഖുർആൻ ധാരാളം കേട്ടവനാണ് ഞാൻ. ഒരുപാട് വാദിന്റെ സദസ്സിൽ പോയവനാണ് ഞാൻ. ജുമഅക്ക് പ്രഭാഷണങ്ങൾ കേട്ടവനാണ് ഞാൻ. വാദുകൾ ധാരാളം കേട്ടവനാണ് ഞാൻ. യൂട്യൂബിലൂടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ രാത്രിയിൽ കേട്ടുകൊണ്ട് കടന്നുറങ്ങിയവനാണ്. പക്ഷെ ഒരു വേള എൻ്റെ ഹൃദയത്തെ ഒന്ന് ചാഞ്ചല്യപ്പെടുത്താൻ എൻ്റെ കൂട്ടുകാരൻ തയ്യാറായി.
അവൻ വാട്സാപ്പിൽ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. അതിലൊന്ന് കയറി നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഹറാമിലേക്ക് എന്റെ കണ്ണൊന്ന് പോയത്. ഇതെവിടെ കിട്ടുമെന്നുള്ള അന്വേഷണമായി പല വീഡിയോകൾ പരതിക്കൊണ്ട് എന്റെ രാത്രികളെ ഞാൻ സജീവമാക്കി. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ റമദാനിന്റെ 27-ാം രാവ്, ആ റമദാനിന്റെ 21-ാം രാവ്, റമദാനിന്റെ 23-ാം രാവ്, റമദാനിൻ്റെതാകുന്ന 25-ാം രാവ്, റമദാനിന്റെ 29-ാം രാവ്, പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവ്, പുണ്യമാക്കപ്പെട്ട പെരുന്നാളുകളുടെ രാവുകൾ, റജബിന്റെ രാവ്, ശഅബാനിന്റെ രാവ്, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 10 രാവുകൾ, മുഹറത്തിന്റെ പവിത്രമായ രാവുകൾ എന്ന് വേണ്ട ജീവിതത്തിൽ സുകൃതം അനുഷ്ഠിച്ചാൽ വലിയ വലിയ നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കുന്ന പുണ്യമായ രാവുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം അന്നത്തെ രാത്രിയിൽ കൂട്ടുകാരൻ അയച്ചതാകുന്ന ഒരു ലിങ്കാണ്. അതിൽ കയറിയതിൽ പിന്നെ എൻ്റെ കണ്ണുകൾ ഹറാമല്ലാതെ തേടുന്നില്ല, എൻ്റെ കൈകൾ ഹറാമിലേക്കല്ലാതെ ചലിക്കുന്നില്ല. ഞാൻ വാട്സാപ്പിലൂടെ അന്യ പെണ്ണിനെ ഒന്ന് ഹലോ ചെയ്തതേയുള്ളൂ. അവന് തിരിച്ചൊരു വർത്തമാനം പറഞ്ഞു. അതിലൂടെ ഞാൻ അവളുമായി ചാറ്റിംഗ് ആയി. ഇന്ന് ഉറക്കമില്ലാത്ത രാവുകളാണ് എനിക്കവൾ സമ്മാനിക്കുന്നത്. അവൾ ഇതാ കുളിക്കാൻ പോകുമ്പോഴും മൊബൈൽ ഫോൺ കൊണ്ടുപോയാണ്. ആ മൊബൈൽ ഫോണിലൂടെ ഹറാം ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരുകയാണ്. വീഡിയോ ക്ലിപ്പുകൾ കണ്ടുകൊണ്ട് ഞാൻ ആസ്വദിക്കുകയാണ്. ഹറാമാകുന്ന ജീവിതം നയിക്കുകയാണ്. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുകയാണ്. ലോട്ടറി എടുത്തുകൊണ്ട് ജീവിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ടുകൊണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ധന്യമാക്കുകയാണ്. ജീവിതം മുഴുവനും ഹറാമാണ്. ഞാൻ നോക്കുന്നത് ഹറാമാണ്, ഞാൻ പിടിക്കുന്നത് ഹറാമാണ്, ഞാൻ നടക്കുന്നത് ഹറാമാണ്. നിഷിദ്ധമായ പ്രവർത്തനങ്ങളിലേക്കല്ലാതെ എൻ്റെ ഹൃദയം പോകുന്നില്ല, എൻ്റെ ചിന്താമണ്ഡലം പോകുന്നില്ല, എൻ്റെ കൈകൾ എത്തുന്നില്ല, എൻ്റെ കാലുകൾ ചലിക്കുന്നില്ല. എവിടേക്കാണ് ഞാൻ എത്തിപ്പോയത്? എന്തേ എനിക്ക് സംഭവിച്ചു പോയി? ഒരു കാലഘട്ടത്തിൽ പള്ളിയുടെ അകത്തലങ്ങളിൽ കഴിഞ്ഞവനായിരുന്നു, ജുമുഅ ജമാഅത്തുകളെ ശ്രദ്ധിച്ചവനായിരുന്നു, നോമ്പുകൾ നോറ്റി വീട്ടിയവനായിരുന്നു. എവിടെയും എനിക്കൊരു തകരാറ് സംഭവിച്ചു പോയി. എന്നെ പിശാച് വശംവദനാക്കി, എന്നെ പിടിച്ചുകൊണ്ടുപോയി. എനിക്ക് നരകത്തെ കുറിച്ച് ഭയപ്പാടില്ല, എനിക്ക് ഖബറിനെ കുറിച്ച് ഭയപ്പാടില്ല, എനിക്ക് ആഖിറത്തെ കുറിച്ച് ഓർമ്മയില്ല, എനിക്ക് നന്മ ചെയ്യണമെന്നുള്ള ചിന്തയില്ല. എനിക്ക് ജീവിതം എപ്പോഴും മോശപ്പെട്ട ജീവിതമായി നടന്നാൽ മതി. ലൈംഗിക ബന്ധത്തിലേക്ക് വല്ലാത്ത താല്പര്യമായി. എനിക്ക് വിദ്യാഭ്യാസം വേണ്ട, എനിക്ക് നന്മയാർന്ന ജീവിതം വേണ്ട. എൻ്റെ പഠിപ്പും എൻ്റെ വിദ്യാഭ്യാസവും ഒക്കെ ധാർമ്മികമാകുന്ന അറിവുകളെല്ലാം ഞാൻ പരിപൂർണമായി അടിയറ വച്ചു. എന്തേ കാരണമെന്നറിയുമോ? യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എനിക്കൊരു കൂട്ടുകാരനുണ്ടായി റബ്ബേ, അവനാണ് എന്നെ മോശമായ രീതിയിൽ കൊണ്ടുപോയത്, അവനാണ് എന്നെ ഇത്തരത്തിലേക്ക് എത്തിച്ചത്. അല്ലാ, എന്നെ ഒന്ന് രക്ഷിക്കണേ നാഥാ. ആഖിറത്തിലേക്ക് പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരാളും രക്ഷിക്കാനില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, മഹ്ശറയിൽ ഒരാളും മറ്റൊരാളെ രക്ഷിക്കുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഈ ദുനിയാവിൽ നിനക്ക് വലിയ ചങ്ക് പ്രോയായിരിക്കും, വലിയ കൂട്ടുകാരനായിരിക്കും. പക്ഷെ ആഖിറത്തിൽ നിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ ഒരു കൂട്ടുകാരനും തയ്യാറാവുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന് തുണയാകാത്ത സ്ഥലമാണ് മഹ്ശറ. മഹ്ശറ യുബസ്സറൂനഹും. അന്ന് നീ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങളെ പടച്ച റബ്ബ് നിന്റെ മുന്നിലേക്ക് വരി വരിയായി കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാം പടച്ച റബ്ബ് കാണിച്ചു നൽകുകയാണ്. അപ്പോഴാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്ത വ്യക്തികൾ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. കത്തിച്ചൊലിക്കുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, കത്തിയാളുന്ന നരകത്തെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ, സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുമ്പോ, സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും മഹിളകളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്ന ജനകോടികളും പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മ ശിരസ്കരായി നിലകൊള്ളുന്ന സമയത്ത്
വിചാരണ ഘട്ടത്തിൽ അവൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. തമ്മാടിയായ മനുഷ്യൻ പടച്ച റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വലിയതാകുന്ന ശിക്ഷയിൽ നിന്ന് ഞാനൊന്ന് മാറിക്കട്ടെ അല്ലാ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ, എന്റെ രക്തത്തിലൂടെ പിറന്നതാകുന്ന പൊന്നുമോനെ എനിക്ക് പകരമായി നൽകാം അല്ലാ. വസാഹിബതിഹി വഅഖീ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ഇന്നലെ വരെ ചുടുചുംബനം നൽകി എന്നോടൊപ്പം കിടപ്പറ പങ്കിട്ട എനിക്കെല്ലാമെല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ, അവളും ഞാനും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. ഒരു പാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു. അവൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ എനിക്ക് മടിയുണ്ടായിരുന്നില്ല. പക്ഷെ നാളെ മഹ്ശറയിലേക്ക് വിചാരണയുടെ ഘട്ടം കടന്നു വരുമ്പോ, വിശാലമാക്കപ്പെട്ട നരകത്തെ കാണുമ്പോ, ആ നരകത്തിന്റെ ഭീകരമാകുന്ന ദർശനങ്ങൾ വ്യക്തമായി ദർശിക്കുമ്പോ, ഭീകരമാകുന്ന നരകത്തെ വ്യക്തമായി കണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുമെന്നുള്ള ഭീതിയിൽ നിൽക്കുന്ന ഭർത്താവ് അല്ലാഹുവിനോട് പറയുകയാണ്, പടച്ച റബ്ബേ, എന്റെ ഭാര്യയെ നൽകാം അല്ലാ, എന്നെ ഒന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരുമോ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, എന്റെ പ്രിയപ്പെട്ട സഹോദരരെ ഈ നരകത്തിലേക്ക് എറിയാൻ നൽകാം അല്ലാ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിലേക്ക് എന്നെ എറിയരുത് റബ്ബേ. എന്റെ മകനെ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, എന്റെ സഹോദരനെ നൽകാം അല്ലാ. വഫസീലതിഹി അല്ലതി തുബി വമൻ ഫിൽ അർളി ജമീഅ സുമ്മ യുൻജി. ലോകത്തുള്ളതാകുന്ന ഏത് വ്യക്തിയെയും നീ ചോദിച്ചോ, ആരെ വേണമെങ്കിലും അവരുടെ പാദസേവ നടത്തിയിട്ട് ഈ നരകത്തിലേക്ക് എനിക്ക് പകരമായി പ്രായച്ചിത്തമായി നരകത്തിലേക്ക് അറിയാൻ നൽകാം അല്ലാ. എന്നെ നരകത്തിലേക്ക് ഇടരുത് റബ്ബേ, എന്നെ നരകത്തിലേക്ക് ഇടരുത് അല്ലാ. നേരിട്ട് നരകത്തെ കാണുമ്പോൾ തമ്മാടികളാകുന്ന ആളുകൾ നാളെ പറയുമത്രേ, ഈ വചനം പറയാതെ ഒരു നിസ്കരിക്കാത്തവരും പോവുകയില്ല, ഈ വചനം പറയാതെ ഒരു കള്ളു കുടിക്കുന്നവരും പോവുകയില്ല, ഈ വചനം പറയാതെ ഒരു വ്യഭിചരിച്ചവരും പോവുകയില്ല, ഈ വചനം പറയാതെ സിനിമ കണ്ട ഒരു വ്യക്തിയും പോവുകയില്ല, ഈ വചനം പറയാതെ സീരിയൽ കണ്ട ഒരു പെണ്ണും പോകുകയില്ല. എല്ലാ തെമ്മാടികളും നാളെ ആഖിറത്തിൽ നരകത്തെ കണ്ടുകൊണ്ട് പറയുകയാണ്, എനിക്ക് പകരം എന്റെ മകനെ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, എന്റെ മക്കളെ നൽകാം, എന്റെ കുടുംബത്തെ നൽകാം. ലോകത്താരെ വേണമെങ്കിലും ചോദിച്ചോ റബ്ബേ, ആരെ വേണമെങ്കിലും നൽകാം അല്ലാ. സുമ്മയുൻജി, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ അല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇവരെയെല്ലാം നരകത്തിലിട്ടുകൊണ്ട് നീ കത്തിച്ചാമ്പലാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിന്റെ പൊന്നുമോന് ഒരു ചെറിയ രീതിയിൽ കൈവരലൊന്ന് പൊള്ളിയാൽ രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഉപ്പയാണ് ആഖിറത്തിൽ തീക്കുണ്ടാരത്തിലേക്ക് മക്കളെ വലിച്ചെറിയാൻ പറയുന്നത്. എന്തുകൊണ്ട്? നരകത്തിന്റെ ഭീകരത അത്രമേൽ വലുതാണ്. ഇതിലേക്ക് ഞാൻ ചാടിക്കൊള്ളാം, എന്റെ മകനെ ഒഴിവാക്കുന്ന ഒരു ഉപ്പയും പറയുകയില്ല. എന്നെ പടച്ച റബ്ബ് ഒഴിവാക്ക്, എന്റെ മകനെ നരകത്തിലേക്ക് ഇട്ടു അല്ലാ. വാപ്പമാര് പറഞ്ഞ് കൈയൊഴിയുകയാണ്, ഭാര്യമാര് ഭർത്താവിനെ പറഞ്ഞ് കൈയൊഴിയുകയാണ്, ഭർത്താവ് ഭാര്യയെ പറഞ്ഞ് കൈയൊഴിയുകയാണ്. ഈ രീതിയിൽ എനിക്ക് രക്ഷ നൽകണമെന്ന് പടച്ച റബ്ബിനോട് പറയുമ്പോ അല്ല പറയുന്ന മറുപടിയുണ്ട്, കല്ലാ വേണ്ടടാ വേണ്ടടാ, ഇന്നഹാ ലളാ, ആ കാണുന്നത് ലളാ എന്ന് പറയുന്ന നരകമാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്ന് ജീവിച്ചതാകുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നതായ ലളാ എന്ന് പറയുന്ന നരകമാണത്. നസാഅതൻ ലിശവാ,
നിന്റെ തലയുടെ മൂർധാവിനെ ചുട്ടെടുക്കുന്നതായ നരകമാണ്, നരകമാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, നിങ്ങളിതാ അറേബ്യൻ ഹോട്ടലുകളിൽ പോയിരുന്നുകൊണ്ട് ഷവായ തിന്നവരില്ലേ, ഷവർമ കഴിച്ചവരില്ലേ, അൽഫാം കഴിച്ചവരില്ലേ? ഷവായ എന്ന പദം എവിടെ നിന്നാണ് വന്നത്? നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് വിവരിച്ചെടുത്താണ് ഖുർആൻ. പരിശോധിച്ചു നോക്ക്. നസാഅത്തൽ ലിശവാ, നസാഅത്തൽ ലിശവാ. നിന്റെ തലയുടെ മൂർധാവ് ചില്ലിൻ കൂട്ടിലിട്ടുകൊണ്ട് ചിക്കൻ അത് പൊരിച്ചെടുക്കുന്നത് പോലെ നിന്റെ തലച്ചോറ് അല്ലാഹു കരിച്ചെടുക്കുമേ, പൊരിച്ചെടുക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലള എന്ന നരകത്തിന്റെ പ്രത്യേകതയാണ് തദ്ഉ മൻ അദ്ബറ വതവല്ല. ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചതാകുന്ന വ്യക്തികൾക്ക് ആഖിറത്തിൽ നൽകുന്ന ശിക്ഷ കണ്ട്, നരകത്തിന്റെ ഭീകരമാകുന്ന ദർശനം കണ്ട് പിറകോട്ടോടി മാറുന്ന ആളുകളെ ലള എന്ന് പറയുന്ന നരകം ഓടിച്ചെന്നുകൊണ്ട് വിഴുങ്ങുകയാണ്, വിളിക്കുകയാണ്, വിളിക്കുകയാണ്. പിറകോട്ട് പോകുന്നവരെ കടന്നു വരുക, കടന്നു വരുക, നിനക്കുള്ളതാണ് ഈ നരകം. നിന്റെ രോമകൂപങ്ങൾ കരിച്ചു കളയുന്നതാണ്, നിന്റെ തലച്ചോറ് കരിക്കുന്നതാണ്, അതിനെ പൊരിച്ചെടുക്കുന്നതാണ്. തീർന്നില്ല, തീർന്നില്ല. പാവങ്ങൾക്ക് കൊടുക്കാതെ, ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതെ, ആലിമീങ്ങളെ സഹായിക്കാതെ, മുത്തഅല്ലിമീങ്ങൾക്ക് നൽകാതെ, പള്ളികൾക്ക് കൊടുക്കാതെ, മദ്രസകൾക്ക് കൊടുക്കാതെ, യതീംഖാനകൾക്ക് കൊടുക്കാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാതെ, സ്വന്തം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാതെ, മക്കൾക്ക് ചെലവ് കൊടുക്കാതെ, കുടുംബത്തിന് ചെലവ് കൊടുക്കാതെ, മാതാപിതാക്കളെ ഗൗനിക്കാതെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ സമ്പത്ത് കൊണ്ട് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയവരെ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിലകൊണ്ടവരെ, പാവപ്പെട്ടതാകുന്ന സ്ത്രീകൾക്ക് 30-35 കല്യാണ പ്രായമാത്തിയിട്ട് പോലും അവരെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി സിറാജുൽ ഹുദയുടെ പ്രവർത്തകർ കൈനീട്ടുമ്പോ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞ് പണമുണ്ടായിട്ടും തിരിഞ്ഞു നിന്നതായ ആളുകളെ, ഒരു ഗ്രാം പോലും കൊടുക്കാതെ, ഒരു നയാ പൈസ പോലും കൊടുക്കാതെ, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാരംഭർക്ക് അവലംബമാകാതെ, ദുനിയാവിൽ അടിച്ച് പൊളിച്ച് ലുലുമാളിലുമൊക്കെ കറങ്ങി നടന്നതാകുന്ന ചെറുപ്പക്കാരാ, രക്ഷിതാവേ, സഹോദര, നിന്നെ ഇതാ ലള എന്ന് പറയുന്ന നരകം വിളിക്കുകയാണ്, വിളിക്കുകയാണ്.